നന്ദിനി സീരിയൽ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ സൂര്യ ടിവിയിൽ ഒരു പാമ്പിന്റെ പ്രതികാര കഥ, നാഗകന്യകയല്ല, നന്ദിനി. നന്ദിനി അറിയില്ലേ? നന്ദിനി സീരിയലിന്റെ സീസൺ 2 വരാൻ പോകുന്നു മക്കളെ. എന്റെ പൊന്നെ, സൂര്യ ടി വി നിങ്ങൾ കലക്കും. കാരണം സൂര്യ ടി വിയിലെ എക്കാലത്തെ ഒരു ഡബിങ് സീരിയലാണ് നന്ദിനി എങ്കിലും നന്ദിനിയും നാഗകന്യകയൊക്കെ സൂര്യ ടി വിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം മറ്റൊരു ഡബിങ് സീരിയലും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അപ്പൊ നന്ദിനിയുടെ സീസൺ 2 വരാൻ പോവാണ്. നമ്മുടെ അരുണിനെയും അതുപോലെ ഗംഗയെയും ജാനകിയൊക്കെ നിങ്ങൾ മറന്നുപോയോ? 500-ൽ പുറത്ത് എപ്പിസോഡുകളുമായിട്ട് നമ്മൾ ആ പാമ്പിനെ കാണുമ്പോ തന്നെ പേടിക്കും. അമ്മാതിരി ഒരു അടിപൊളി സ്റ്റോറി ആയിരുന്നു നന്ദിനി. നിങ്ങൾക്ക് അറിയില്ലേ? പാമ്പ് വേഴ്സസ് എന്തായിരുന്നു? ഗോസ്റ്റ്. ഇത് തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു നന്ദിനി. ഒരു ബ്രഹ്മാണ്ഡ സീരിയൽ തന്നെയായിരുന്നു. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ഉണ്ടായിരുന്ന ഈ ഒരു സീരിയൽ അല്ലേ? അപ്പോൾ ഈ ഒരു സീരിയലിന്റെ സെക്കൻഡ് പാർട്ട് വരാൻ പോവുകയാണ്. അതിന്റെ അപ്ഡേറ്റുകളും അത് എന്നായിരിക്കും തുടങ്ങാൻ പോകുന്നത്, എപ്പോഴാണ് മലയാളത്തിൽ വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മോളൻ മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ സീരിയലിന്റെ തുടക്കം മുതലുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ട് സീസൺ 2 വിഷയത്തിലോട്ട് വരാം. സൺ ടി വിയിൽ, അതായത് നമ്മുടെ സൂര്യ ടിവിയുടെ ഒറിജിനൽ വെർഷൻ ആയിട്ടുള്ള തമിഴിലെ സൺ ടി വിയിൽ ആണ് ഈ സീരിയൽ ആദ്യമായിട്ട് വരുന്നത്. 2017 തമിഴാണ് ഇതിന്റെ ഒറിജിനൽ ഭാഷ എന്ന് പറയുന്നത്. ഒരേ സമയം തന്നെ തമിഴിലും കന്നഡയിലും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ സീരിയലിന്റെ മറ്റൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു മറ്റൊരു സീരിയലുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതായത് ഇപ്പോൾ ഒരു തവണ തമിഴിൽ ഡയലോഗ് പറയുന്നു, വീണ്ടും ഒരിക്കൽ കൂടെ ക്യാമറ വയ്ക്കുന്നു, അതേ ലൊക്കേഷൻ കന്നഡ ഭാഷയിൽ ഡയലോഗ് പറയുന്നു. കന്നഡയ്ക്ക് ഒറിജിനൽ ഡയലോഗ് തന്നെ വേണം, ഡബ്ബിങ് വേണ്ട എന്നുള്ള ഒരു ഇതാണ് ആ സമയത്ത് വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് കന്നഡ എന്ത് ചെയ്തു? കന്നഡയും കന്നഡ ഭാഷയിലിട്ടു, സൺ ടി വി തമിഴ് ഭാഷയിലും ഇട്ടു. അങ്ങനെ സണ്ണിൽ വന്നതിന് ശേഷം, അതായത് തമിഴിൽ വന്നതിന് ശേഷം പിന്നീട് മലയാളത്തിലും തെലുങ്കിലും ഒക്കെ വന്നു തുടങ്ങി. പിന്നീട് പല പല ചാനൽസ് നമ്മുടെ സണ്ണിൻ്റെ മറാഠിയും ഹിന്ദിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ടൊക്കെ ഇപ്പോഴിപ്പോഴായിട്ടൊക്കെയാണ് വരുന്നത്. ബംഗാളിയിലോട്ടൊക്കെ ഇപ്പോഴിപ്പോഴായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്ന വിഷയം അതല്ല, മലയാളത്തിൽ ഇത് വന്ന് ഭയങ്കര സക്സസ് ആയിട്ട് മാറിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പാമ്പിനെ കൊല്ലുകയും അവിടെ നിന്ന് കാലചക്രം അടിച്ചുകൊണ്ട് വരികയും അവിടുത്തെ ആ പാമ്പ് വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം വീട്ടാൻ വരുന്നതും ആ പാമ്പിനെ പുറ്റിലടച്ച് 20 വർഷം ബന്ധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറിയാണ്. ഒരു അടിപൊളി സൂപ്പർ നാച്ചുറൽ ഫാമിലി ഡ്രാമ സ്റ്റോറിയാണ് ഈ പറയുന്ന നന്ദിനി. ഓക്കെ, അപ്പോ 580 സംതിങ് എപ്പിസോഡുകൾ, അതായത് 600 സംതിങ് എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ തമിഴ് ഷൂട്ടിംഗ് എന്ത് ചെയ്തു? അവർ നല്ലൊരു എൻഡിങ് ഇട്ട് നിർത്തി. കന്നഡയും നല്ലൊരു എൻഡിങ് ഇട്ട് നിർത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ സീസൺ 2 പോലെ അടുത്ത എപ്പിസോഡുകൾ കന്നഡയിൽ ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ കന്നഡയിൽ അതിനകത്ത് ഈ എന്താ പറയാ, നമ്മുടെ അരുണിന്റെയും ജാനകിയുടെയും ഒക്കെ മകളുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? മകളുടെ കഥ എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കന്നഡയിൽ വന്നത് പിന്നീട് മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ ഒന്നിലും വന്നിട്ടില്ല. പക്ഷെ അത് ഹിന്ദിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദിയിലോട്ട് അവർ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല പല ഭാഷകളിൽ ഡബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതും ഏതാണ്ട് ഒരു 100-200ഓളം എപ്പിസോഡുകൾ പുതിയ സീസൺ 2 എന്നുള്ള ലെവലിൽ ചെയ്തിരുന്നു. അത് കന്നഡയുടെ സീസൺ 2 ആണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹിന്ദി ചാനൽ ഇപ്പോഴാണ് സണ്ണിൻ്റെത് കുറച്ച് നാളായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് സൺ നിയോ. ആ സൺ നിയോ ഈ വണ്ണൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് ഇപ്പോഴാണ് റീസെൻ്റ്ലി അവർ 2 ഇറക്കാൻ പോവാണ്. നന്ദിനിയുടെ 2, അതായത് കറക്റ്റ് ബാക്കി തമിഴ് എവിടെയാണോ സീസൺ 1 നിർത്തിയത് അതിൻ്റെ ബാക്കി, കന്നഡ നിർത്തിയെടുത്തെന്നല്ല തമിഴ് നിർത്തിയെടുത്തതിൻ്റെ ബാക്കിയായിട്ട് സീസൺ 2 കറക്റ്റ് ബാക്കിയായിട്ട് തുടങ്ങാൻ പോകണം. അതിൽ പഴയ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് അറിയാൻ പറ്റുന്നത് വെച്ചിട്ട് ഇത് തമിഴിലും അതുപോലെ തന്നെ മലയാളത്തിലും തെലുഗുവിലും ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്ത കന്നഡയിൽ പോലും ഇത് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഹിന്ദിയിലെ പേര് രാജ് നന്ദിനി എന്നാണ്. മലയാളത്തിൽ വരുമ്പോൾ നന്ദിനി 2 എന്നായിരിക്കും, തമിഴിലും ചിലപ്പോൾ നന്ദിനി 2 എന്ന് തന്നെ ആയിരിക്കും. മക്കളുടെ സ്റ്റോറി ആണ്. പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് പഴയ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അരുണും അതുപോലെ തന്നെ നമ്മുടെ ഗംഗയും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. മലയാളത്തിൽ വരുമ്പോൾ എന്തായാലും സൂപ്പർ ഹിറ്റ് ആകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും റിവ്യൂസും ഒക്കെ നിങ്ങൾക്ക് വേണോ? മലയാളം എക്സ്പ്ലനേഷൻ വേണോ? മലയാളത്തിൽ എന്തായാലും ആദ്യം ഹിന്ദിയിൽ വരും, പിന്നെ പയ്യെ തമിഴിലോട്ട് വരും, പിന്നെ മലയാളത്തിലോട്ട് വരും. ഇപ്പോൾ കുറച്ചൊന്നും സമയം എടുക്കും, 2-3 മാസം എടുക്കും. ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ പറ്റിയത്. ഒരു പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രാജ് നന്ദിനി പ്രൊമോ സൺ നിയോ എന്ന് പറഞ്ഞ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ഇതാണ് എനിക്ക് നന്ദിനി 2 കുറിച്ച് പറയാനുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.